നമസ്കാരം. എത്രയൊക്കെ പുരോഗമനം വന്നാലും നമുക്കൊരു സംസ്കാരമുണ്ട്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിലും ലോകമറിയപ്പെടുന്ന വ്യവസായി അദാനിക്ക് അതറിയാം. അതായിരിക്കണം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ഗണപതി ഹോമം നടത്തി പൂജകൾ ചെയ്ത് സാൻ ഫെർണാണ്ടോയെ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തിച്ചത്. സാൻ ഫെർണാണ്ടോ തീരം തൊട്ടതോടെയാണ് വിഴിഞ്ഞം കേരളത്തിന്റെയും രാജ്യത്തിന്റെയും സ്വപ്നതീരമായി മാറിയത്. വിഴിഞ്ഞത്ത് സ്വപ്നതീരം യാഥാർത്ഥ്യമാകുമ്പോൾ ഗണപതി ഹോമം നടത്തിയാണ് തുടക്കം കുറിച്ചത്. എല്ലാത്തിനും ഒരു സംസ്കാരമുണ്ട്. നമ്മുടെ രാജ്യത്തിനും ഒരു സംസ്കാരമുണ്ട്. രാജ്യാന്തര തുറമുഖം വരുമ്പോൾ എല്ലാ ഐശ്വര്യത്തോടു കൂടിയുമാകണമെന്ന അദാനിക്ക് നിർബന്ധമുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു ആചാരപ്രകാരം ഗണപതി ഹോമം നടത്തി തുടക്കം കുറിച്ചത്. ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഇതൊക്കെ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വെറും നോക്കുകുത്തിയായി ഇവിടെ നിന്നു എന്നുള്ളതാണ്. ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്ന വിഴിഞ്ഞം തുറമുഖം തുറക്കുമ്പോൾ പ്രത്യേക പൂജാവിധി പ്രകാരമുള്ള ചടങ്ങുകളും എല്ലാം താന്ത്രിക വിധിപ്രകാരം നടന്നു എന്നുള്ളത് അഭിമാനിക്കാവുന്നതാണ്. അദാനിയുമായി RSS ഇതിനു മുൻപ് തന്നെ അനൌദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അദാനി വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് പൂജകളൊക്കെയും നടത്തിയത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ ചെയ്യില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പൂജാവിധി പ്രകാരമുള്ള ചടങ്ങുകളൊക്കെയും നടന്നത് അദാനിയുടെ മാത്രം പ്രത്യേക താല്പര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജൂലൈ 11 9:30 300 മീറ്റർ നീളവും 48 മീറ്റർ വീതിയുമുള്ള സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ കപ്പൽ വിഴിഞ്ഞം തീരമുഖത്ത് മുത്തമിട്ടപ്പോൾ രാജ്യത്തിന്റെ സമുദ്ര വ്യാപാര രംഗത്തെ പുതുയുഗ പിറവിയായി മാറുകയായിരുന്നു ആ നിമിഷം. രാജ്യത്തെ ഒരു തുറമുഖത്ത് നങ്കൂരമിടുന്ന ആദ്യത്തെ മദർഷിപ്പാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ് ചാർട്ടർ ചെയ്ത സാൻ ഫെർണാണ്ടോ. തുറമുഖത്തേക്ക് പ്രവേശിച്ച കപ്പലിന് ഓഷ്യൻ പ്രസ്റ്റീജ് എന്ന ടഗ് വാട്ടർ സല്യൂട്ട് നൽകിയതും തീരത്ത് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് കാണികൾ ദേശീയ പതാക വീശിയും സ്വീകരണം നൽകി. പ്രക്ഷുബ്ധവും പ്രതിബദ്ധങ്ങൾ നിറഞ്ഞതുമായിരുന്നു തുറമുഖ നിർമ്മാണ ഘട്ടമെങ്കിലും ബർത്തിലേക്ക് ആദ്യത്തെ കപ്പൽ അടുപ്പിച്ചത് തികഞ്ഞ ശാന്തതയോടെയും കൃത്യതയോടെയുമായത് അണിയറ പ്രവർത്തകർക്ക് ആശ്വാസം പകർന്നു. ഒരു കാർ പാർക്ക് ചെയ്യുന്നത്ര അനായാസമായി എന്നാണ് തുറമുഖ കമ്പനിയുടെ ഒരു പ്രതിനിധി കപ്പലിന്റെ ബർത്തിംഗ് പ്രക്രിയയെ വിശേഷിപ്പിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശം ആർക്ക് എന്ന രാഷ്ട്രീയ തർക്കം നടക്കുന്നതിനിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു പേര് പോലും പരാമർശിക്കാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗം നടന്നത്. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് 2015 ഡിസംബറിൽ വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടത്. വിഴിഞ്ഞം പദ്ധതിയുടെ നാൾവഴികൾ ഓർമ്മിപ്പിച്ചെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിനെ മുഖ്യമന്ത്രി പരാമർശിച്ചില്ല. 2006 LDF സർക്കാരാണ് വിഴിഞ്ഞത്തിന് കേന്ദ്ര അനുമതി നേടിയെടുക്കാൻ ശ്രമം ആരംഭിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2007 ജൂലൈ 31 ടെൻഡർ ക്ഷണിച്ചു. പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഈ പദ്ധതിക്ക് അനുമതി നിഷേധിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതിയുടെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരും പദ്ധതിയുടെ ഭാഗമായവരും വേദിയിൽ ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി. രാജ്യത്തെ ഒരു തുറമുഖത്ത് നങ്കൂരമിടുന്ന ആദ്യത്തെ മദർഷിപ്പാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ് ചാർട്ടർ ചെയ്ത സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്ന നമ്മുടെ തലസ്ഥാനം ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തുകയാണ്. തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറുകയാണ്.